ഏപ്രിൽ 14 എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമുക്ക് വിഷു പോലെ തന്നെ പഞ്ചാബികൾക്ക് ബൈശാഖി എന്ന് പറയുന്നൊരു ഇതുണ്ട് കേട്ടോ. ബൈശാഖിയാണോ വൈശാഖിയാണോ എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അത്ര അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ബൈശാഖി എന്നാണ് ഞാൻ കേട്ടത്. അപ്പം നമുക്ക് വിഷു പോലെ തന്നെ പല സ്റ്റേറ്റ്സിൽ പല ആഘോഷങ്ങളില്ലേ, അതുപോലെ അങ്ങനെ മന്ദിരം അതുപോലെ തന്നെ ഗുരുദ്വാര അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ നമുക്ക് പ്രോഗ്രാം ഉണ്ട്, ഭണ്ഡാരയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം പോയി മന്ദിറിലൊന്ന് തൊഴുതിട്ട് നമുക്ക് നേരെ ഗുരുദ്വാരയിലോട്ട് പോകാം. ഇതാണ് ഞങ്ങളുടെ ക്യാൻറ്റീനകത്തുള്ള മന്ദിർ കേട്ടോ. അപ്പോൾ ഇച്ചിരി നല്ല സ്പേസുള്ള മന്ദിരമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഗുരുദ്വാര. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ കയറി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നേരെ ഗുരുദ്വാരയിലോട്ട് പോകണം കേട്ടോ. പഞ്ചാബിലൊക്കെ പോയതിന് ശേഷമാണ് ഈ സിഖ് പ്രാർത്ഥന രീതികളൊക്കെ കണ്ടിട്ട് നമുക്കൊരു അതിശയം തോന്നും അവരുടെ ആ ഒരു രീതി ഒക്കെ. കാരണം അവർ ഭയങ്കര വെൽ ക്ലീൻ ആൻഡ് മെയിൻറ്റൈൻഡ് ആയിട്ടാണ് അവരുടെ ആ ഒരു പ്രാർത്ഥനാ സ്പേസ് ഉണ്ടല്ലോ, ആ ഏരിയ അവർ വെക്കുന്നത്. അത് ഗോൾഡൻ ടെമ്പിളിലൊക്കെ ചെന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം അവിടെ വെള്ളത്തിൻ്റെ അവിടെ എത്ര ആൾക്കാർ വരുന്നത്, എന്തുമാത്രം ക്ലീൻ ആയിട്ടാണെന്ന് വെച്ചാൽ ഒരു പൊടി പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്ര ക്ലീൻ ആയിട്ടാണ് അവരുടെ ആ ഒരു സ്പേസ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഗുരുദ്വാരയിൽ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഇവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഒന്നാമത് മനസ്സിലാവില്ലല്ലോ. പക്ഷെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, എല്ലാവരുടെയും അവരുടെ ആ ഒരു റിലീജിയനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ ആ ഒരു ഇതൊക്കെ കാണാനായിട്ടുള്ള കൗതുകം കൊണ്ട് നമ്മളവിടെ ഇങ്ങനെ ഇരുന്ന് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ അവരുടെ പ്രാർത്ഥന അവർ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചതനുസരിച്ച് ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. എക്സാക്ട്ലി പഞ്ചാബിയിൽ കൂടെ അല്ലേ അവർ പറയുന്നത്. പിന്നെ അവർക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ഹിന്ദിയിൽ ഷെയർ ചെയ്യും. അപ്പോൾ അത് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എക്സാക്ട് പഞ്ചാബിയൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ, അത്ര നന്നായിട്ട് അറിയത്തില്ലല്ലോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, എന്നാലും അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ പ്രസാദമൊക്കെ തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രസാദം. ഇത് മറ്റേ നമ്മുടെ റവയുടെ ഒരു സംഭവമാണ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് ഭണ്ഡാരം ഉണ്ടായിരുന്നു, അങ്ങനെ ഫുഡൊക്കെ കഴിക്കായിരുന്നു. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, വിച്ചും വൈകിയൊക്കെ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഒറ്റയ്ക്ക് വന്നിട്ടൊക്കെ കുറച്ച് നാളായി. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വെച്ചു. കുറേ നാളായി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ബിസി ആയിപ്പോയി. അപ്പോൾ ഇതിപ്പം വീഡിയോ ഇതിനകത്ത് കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ വെച്ചു പിന്നെ എന്താ പോസ്റ്റ് ചെയ്താന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വരും. See you on my next video.